കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവസ്ഥലത്തെത്തിച്ച പ്രതിക്ക് നേരെ ജനരോഷമുണ്ടായി. ആന്ധ്രയിൽ നിന്ന് പിടികൂടിയ പ്രതി സലീമിനെ ഇന്നലെ രാത്രിയാണ് കാസർഗോഡ് എത്തിച്ചത്. മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. കമ്മൽ മോഷ്ടിക്കുന്നതിനിടെ കുട്ടി ഉണരുമെന്ന് കരുതിയാണ് എടുത്തുകൊണ്ടുപോയത് എന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഷെഫീഖ് നസ്രുള്ള കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷെഫീഖ്, വലിയ സംഘർഷമുണ്ടായി എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ജനരോഷമാണോ സംഘർഷത്തിലേക്ക് വഴിമാറിയത്? തീർച്ചയായും 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിയുമായി സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് നാട്ടുകാർ അവരുടെ രോഷം പ്രകടിപ്പിച്ചത്. മുഖം മറച്ചായിരുന്നു ഈ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മുഖം മറച്ചത് ഒഴിവാക്കണം എന്നാണ് നാട്ടുകാരുടെ ആദ്യത്തെ ആവശ്യം. പിന്നീട് നാട്ടുകാർ വലിയ രൂപത്തിലുള്ള രോഷം പ്രകടിപ്പിച്ചു. ഈ പ്രതിക്ക് നേരെ കയ്യേറ്റത്തിനുള്ള ശ്രമമുണ്ടായി. വലിയ സുരക്ഷ ഒരുക്കിയാണ് ഈ പ്രതിയെ സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പോലീസ് വലിയ പാടുപെട്ടാണ് തിരിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ഓസ്തുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. ഈ നാട്ടുകാർ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഈ ക്രൂരനായ പ്രതിയെ തങ്ങൾക്ക് വിട്ടു നൽകണം എന്നതായിരുന്നു നാട്ടുകാർ ആക്രോശിച്ചിരുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രംഗത്ത് വന്നിരുന്നു. വലിയ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി. ഈ പ്രതിയെ തല്ലിക്കൊല്ലണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് വലിയ ആക്രോശമായി നാട്ടുകാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിയത്. അതിദാരുണമായി പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് ശക്തമായ ശിക്ഷ ലഭിക്കണം എന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസിൻ്റെ കസ്റ്റഡിയിൽ തടിച്ചു വീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, തൂക്കിക്കൊല്ലണം, അങ്ങനെ തൂക്കിക്കൊന്നില്ലെങ്കിൽ തങ്ങൾ തല്ലിക്കൊല്ലും എന്ന് നാട്ടുകാർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിന് വലിയ പ്രയാസം പോലീസ് നേരിട്ടു. സംഭവസ്ഥലത്തെത്തിച്ച് മുഴുവനും തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് സുരക്ഷിതമായി തന്നെ ഓസ്തുർഗ് പോലീസിലേക്ക് പ്രതിയെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രതിയെ ആന്ധ്രയിൽ നിന്ന് എത്തിച്ചത്. ആന്ധ്രയിലേക്ക് രക്ഷപ്പെട്ട പ്രതി അവിടെയുള്ള ഒരാളുടെ ഒരു ഫോണ് ഉപയോഗിച്ച് നാട്ടിലുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ് ഈ പ്രതി കുടുങ്ങുന്നതിന് കാരണമായത്. പിന്നീട് അന്വേഷണ സംഘം ആന്ധ്രയിലേക്ക് പുറപ്പെട്ടു. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ഈ പ്രതി നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അതിസാഹസികമായാണ് ബലം പ്രയോഗിച്ചാണ് ഈ പ്രതിയെ പോലീസ് കീഴടക്കിയത് എന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രതിയെ ഇന്നലെ രാത്രിയോടുകൂടി ഓസ്തുർഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. അതിനുശേഷം അറസ്റ്റ് നടപടികൾ ഉണ്ടായി. ഇന്ന് രാവിലെ ആണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഇവിടെ നിന്ന് വൈദ്യപരിശോധന നടത്തും. വൈദ്യപരിശോധനയ്ക്ക് ജില്ലാ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. ആ വൈദ്യപരിശോധന കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഓസ്തുർഗ് കോടതിയിൽ ഹാജരാക്കും. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മറ്റു സ്ഥലങ്ങളിൽ കൂടി തെളിവെടുപ്പ് നടത്താനുണ്ട്. കുട്ടിയുടെ കമ്മൽ മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീട്ടിൽ കയറിയത്. മോഷണമായിരുന്നു തൻ്റെ ഉദ്ദേശം എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മോഷണത്തിനിടെ കുട്ടി ഉണരും എന്ന് കണ്ടതുകൊണ്ടാണ് തട്ടിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തട്ടി കൊണ്ടുപോയതിനു ശേഷം 500 മീറ്റർ അകലെ വെച്ചാണ് പീഡിപ്പിച്ചതിന് ശേഷം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയാണ്. ഈ പ്രതിയെ തുടക്കത്തിൽ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിൽ നിന്നാണ് പിന്നീട് പ്രതിയിലേക്ക് എത്തിയത്. ആ പ്രതി ആന്ധ്രയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി. അവിടെ ചെന്ന അന്വേഷണ സംഘം ഇത് പ്രതിയെ കസ്റ്റഡിയിലെടുക്കും. ഇന്നലെ രാത്രിയോടെ ഓസ്തുർഗ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് പൂർത്തിയാക്കുകയും